എല്ലാവർക്കും നമസ്കാരം. ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ഒളിമ്പിക്സിൽ എന്തെങ്കിലും ഒരു മെഡൽ വാങ്ങിച്ചിട്ട് വരികയോ അല്ലെങ്കിൽ വേൾഡ് കപ്പ് ജയിച്ച ട്രോഫി ആയിട്ട് വരികയാണ് എന്ന് നമുക്ക് തോന്നും. ഇത്രയും മാധ്യമങ്ങൾ അവിടെ ചേർന്ന് നിൽക്കുന്നു, ആളുകൾ ചേർന്ന് നിൽക്കുന്നു. ഒരു പക്ക ക്രിമിനലാണ് ഇദ്ദേഹം. അതായത് 70% തളർന്നുപോയ, അതായത് കഴുത്തിന് താഴോട്ട് തളർന്നുപോയ ഒരു കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരു വ്യക്തിയാണ് ഈ വരുന്നത്. ഇത്ര വീരപരിവേഷം കൊടുത്ത് ഇദ്ദേഹത്തെ അവിടുന്ന് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ അവിടുന്ന് വിട്ടയക്കാൻ ചെലവായ തുക 34 കോടി രൂപയാണ്. അതായത് ഒരു കൊലപാതകിക്ക് വേണ്ടി കേരളം മുടക്കിയത് 34 കോടി രൂപയാണെന്ന് ഓർക്കണം. അതായത് 70% വൈകല്യം ബാധിച്ച ഒരു കൊച്ചിനെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ശ്വാസം മുട്ടിച്ചു കൊന്ന ഒരു കോഴിക്കോടുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ റഹീം എന്നാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, ഒരു കൊലപാതകിക്ക് വേണ്ടിയിട്ട് 15 മില്യൺ സൗദി റിയാൽ, അതായത് 34 കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ജീവിക്കാൻ വേറെ. ഇനി ഇദ്ദേഹത്തിന് വീരപരിവേഷം കൊടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് ജീവിക്കാനും ഇദ്ദേഹത്തിൻ്റെ കുടുംബം അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തുകകളും പിരിച്ചു നൽകിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ. അപ്പോൾ 20 വർഷം ഇദ്ദേഹം ജയിലിൽ കിടന്നു, ശിക്ഷ അനുഭവിച്ചു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ പൈസ കൊടുത്താൽ ഒരു കൊലപാതകിക്ക് അവിടുന്ന് രക്ഷപ്പെടാം. എന്തൊരു നിയമമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. വാസ്തവത്തിൽ അംഗവൈകല്യമുള്ള കുട്ടികളെ കൊല്ലുന്ന ഇവനൊന്നും ഒരു കാരണവശാലും പുറം ലോകം കാണാൻ അനുവദിക്കരുത്. ഇവനെയൊക്കെ തൂക്കി കൊല്ലുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഇവനെ കൊണ്ടുവന്ന് വീരപരിവേഷം കൊടുത്ത് പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം ഇവനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഈ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ബോബി ചെമ്മണ്ണൂരാണ് ഇതിന് മുൻപന്തിയിൽ നിന്ന്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ ബിസിനസ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അല്ലാതെ പുള്ളിക്കിത് ചെയ്യേണ്ട യാതൊരുവിധമായ ആവശ്യകതകളുമില്ല. ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ആ ബിസിനസ് മൈൻഡിൽ മാത്രമേ ഇത് കാണുകയുള്ളൂ. ഇങ്ങനെ ഒരു കൊലപാതകിയെ രക്ഷിക്കുന്നതിലൂടെ ഈ ബോബി ചെമ്മണ്ണൂരും ഇതിന് സപ്പോർട്ട് ചെയ്തവർ എന്ത് സന്ദേശമാണ് സമൂഹത്തിൽ കൊടുക്കുന്നത്? ഇദ്ദേഹത്തെ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഇവരുടെ വീട്ടിലെ ആരെങ്കിലും കുട്ടികളെയോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെയാണ് ഇദ്ദേഹം കൊന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഇദ്ദേഹത്തെ ഇറക്കാൻ സഹായിക്കുമായിരുന്നു? വാസ്തവത്തിൽ ഇത്തരം പ്രവണതകൾ തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഈ അംഗവൈകല്യം ബാധിച്ച കുട്ടി ഇവർ ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സിഗ്നൽ എഴുതി കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തിയത് ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ കുട്ടി എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ്റെ ദേഹത്തേക്ക് തുപ്പി എന്നൊരൊറ്റ കാരണത്താൽ ഈ കുട്ടിക്ക് ശ്വസിക്കാൻ വെച്ചിരിക്കുന്ന ഈ യന്ത്രം ഇദ്ദേഹം ഊരി മാറ്റിക്കളയുകയോ ചെയ്ത്. അംഗവൈകല്യമുള്ളൊരു കുട്ടിയെ ശ്വാസം മുട്ടിച്ച്, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സാഹചര്യം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി, അതിഭയാനകമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഒരു പക്ക ക്രിമിനലാണ് ഇദ്ദേഹം. ഒരു കൊലയാളിയാണ്. ഇവൻ്റെയൊക്കെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുട്ടിയെ ഇത്രയും ശ്വാസം മുട്ടിച്ച് കൊല്ലണമെങ്കിൽ ഇവനൊക്കെ എത്രമാത്രം വൃത്തികെട്ടവനായിരിക്കും, എത്രമാത്രം ദുഷ്ടനായിരിക്കും ഇവനെയൊക്കെ. ഇതുപോലെയുള്ള ദുഷ്ടന്മാരെയും ഇതുപോലെയുള്ള ക്രിമിനലുകളെയും കേരളം ചുമന്നുകൊണ്ട് നടക്കുന്നത് ഇത് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? കാശുള്ളത് കൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കാം, എന്നിട്ട് അവിടെ നിന്ന് ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരിക എന്ന ഈ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, ഇത് ഈ കേരള സമൂഹത്തിന് യോജിച്ച ഒരു നടപടിയല്ല. എന്തായാലും ഇതുപോലുള്ള പക്ക ക്രിമിനലുകൾ ആ ജയിലിൽ കിടന്ന് തീർന്നു പോകേണ്ട ഇവനൊക്കെ ഇനി അവനെയൊക്കെ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പുറത്തിറക്കി ഇനി അടുത്ത കൊലപാതകം കൂടെ ചെയ്യാൻ ഇവനൊക്കെ മടിക്കുകയില്ല.
ഇങ്ങനെയുള്ളവനൊക്കെ ജയിലിൽ കിടന്ന് തീർന്നു പോവുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവനെയൊന്നും പുറത്തിറക്കി കൊണ്ടുവന്ന് വീരപരിവേഷം കൊടുത്ത് ഇവനെയൊന്നും സമൂഹത്തിൽ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മ, എല്ലാവർക്കും അമ്മയുണ്ട്, അപ്പനുമുണ്ട്. ഈ കൊല്ലപ്പെട്ട കുട്ടിക്കും അപ്പനും അമ്മയൊക്കെ ഉണ്ട് ഇല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത്ര പരിവേഷം ലഭിക്കുന്നു? അത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. എന്തായാലും ഇത് കേരളത്തിന് കൊടുക്കുന്ന നല്ലൊരു സന്ദേശമല്ല.